ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുങ്കുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം പം പരമാത്മനേ നമഃ. ഭർതൃഹരിയുടെ വൈരാഗ്യശതകത്തിലെ ശ്ലോകം ചൊല്ലാം. ഭ്രാന്തം ദേശമനേകദുർഗവിഷമം പ്രാപ്തം ന കിഞ്ചിത് ഫലം ത്യക്ത്വാ ജാതികുലാഭിമാനമുചിതം സേവാകൃതാ നിഷ്ഫലാ. ഭുക്രം മാനവിവർജിതം പരഗൃഹേഷ്വാശങ്കയാ കാകവത് തൃഷ്ണേ ജൃംഭസി പാപകർമ്മ പിശുനേനാദ്യാപി സന്തുഷ്ട്യസി. ഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ഭർതൃഹരി ഉപദേശിക്കുന്നത്. അനേക ദുർഗവിഷമം ദേശം ഭ്രാന്തം. അനേകം പ്രതിബന്ധങ്ങളാൽ സഞ്ചാരയോഗ്യമല്ലാത്ത നാട്ടിൽ വട്ടം കറങ്ങി. തഥാപി കിഞ്ചിത് ഫലം ന പ്രാപ്തം ഉചിതം ജാതികുലാഭിമാനം ത്യക്ത നിഷ്ഫല സേവാകൃത. നല്ല ജാതിയുടെയും കുലത്തിൻ്റെയും അഭിമാനമുപേക്ഷിച്ച് ഫലശൂന്യമായി ദാസ്യവൃത്തി ചെയ്തു. മാനവിവർജിതം കാകവത് ആശങ്കയാ പരഗൃഹേഷു ഭുക്രം. നാണമില്ലാതെ കാക്കയെപ്പോലെ ശങ്കിച്ച് ആരാൻ്റെ വീട്ടിൽ ചെന്ന് കിട്ടിയത് ഭക്ഷിച്ചു. പാപകർമ്മ പിശുനേ തൃഷ്ണേ ജൃംഭസി അദ്യ അപി. പാപകർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന തൃഷ്ണേ നീയിപ്പോഴും ഞെളിയുന്നു. സന്തുഷ്യസി. ഇത്രയൊക്കെ ആയിട്ടും തൃപ്തിയായില്ലയോ എന്ന് തൻ്റെ ഉള്ളിലിരിക്കുന്ന തൃഷ്ണയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തൃഷ്ണാദൂഷണം എന്ന് ഈ ശ്ലോകങ്ങൾക്കൊരു പേര് തന്നെയുണ്ട്. ആ വകുപ്പിൽ ഈ വൈരാഗ്യശതകത്തിൽ കുറച്ച് ശ്ലോകങ്ങളുണ്ട്. തൃഷ്ണകൾ, തൃഷ്ണ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം, അല്ലയോ ദുർവ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്ന ആശയെ, കടക്കുവാൻ വിഷമമേറിയ അനേകം കോട്ടകളോടുകൂടിയ പ്രദേശങ്ങളിലെല്ലാം ചുറ്റിത്തിരിഞ്ഞു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവശ്യം വേണ്ടതായ ജാതികുലാഭിമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് യാതൊരു പ്രയോജനവുമില്ലാത്ത സേവാവൃത്തികളും ചെയ്യപ്പെട്ടു. അന്യഭവനങ്ങളിൽ ചെന്ന് അശേഷം ബഹുമാനമില്ലാതെ കാക്കകൾ കണക്കെ പലതരത്തിലുള്ള ആഹാരങ്ങളും കഴിച്ചു. ഇതൊക്കെ ആയിട്ടും ഇനിയും ഹേ തൃഷ്ണയെ നീ തൃപ്തിപ്പെടുന്നില്ലല്ലോ എന്ന് കവി തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആശയോട്, അത്യാഗ്രഹത്തോട്, തൃഷ്ണയോട് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും വൈരാഗ്യം ഉണ്ടാകുന്നത്. വൈരാഗ്യശതകം എന്നാണ് ഈ പ്രകരണത്തിൻ്റെ പേര്. ഇപ്പം ഭർതൃഹരിയെക്കുറിച്ച് അറിഞ്ഞാൽ കൂടുതൽ ഗുണമുണ്ട്. അദ്ദേഹം കവിയായിരുന്നു, സംസ്കൃത കവിയായിരുന്നു. 3 ഈ ശതകങ്ങളാണ് പ്രധാനപ്പെട്ടത്. ശൃംഗാര ശതകം, വൈരാഗ്യ ശതകം, നീതി ശതകം എന്നിങ്ങനെ 100 ശ്ലോകങ്ങൾ ഈ 3 വിഷയങ്ങളിലും. ഈ വൈരാഗ്യ ശതകം എഴുതിയ ഭർതൃഹരി തന്നെയാണ് ശൃംഗാര ശതകം എഴുതിയത്. നീതി ശതകം എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്.
ഇതിലൊക്കെ വളരെ സുപ്രസിദ്ധമായ ശ്ലോകങ്ങളുണ്ട്. ഭർതൃഹരി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് കുട്ടിക്കാലത്ത്. ഈ നിരവധി സുഭാഷിതങ്ങളൊക്കെ പഠിച്ച കൂട്ടത്തിൽ ഭർതൃഹരിയുടെ കുറേ ശ്ലോകങ്ങൾ പഠിച്ചു. അന്ന് റേഡിയോ കേൾക്കുന്ന സമയത്ത് അതിൽ സംസ്കൃത പാഠം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ എന്നും ചൊല്ലിയിരുന്ന ശ്ലോകം ഭർതൃഹരിയുടെ ശ്ലോകമാണ്. വാഗ്ഭൂഷണം ഭൂഷണം എന്നവസാനിക്കുന്ന സുന്ദരമായ ശ്ലോകം, കേയൂരാണി നഭൂഷയന്തി പുരുഷം എന്നുള്ള ആ ശ്ലോകം ഭർതൃഹരി എഴുതിയതാണ്. അതായത് കടകകുണ്ടലാദികളൊന്നുമല്ല മനുഷ്യനെ അലങ്കരിക്കുന്നത്, മറിച്ച് നല്ല വാക്കാണ് മനുഷ്യന് അലങ്കാരം. അത് സുപ്രസിദ്ധമായ ശ്ലോകമാണ് ഈ കേയൂരാണി നഭൂഷയന്തി. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഭർതൃഹരിയുടെ ഇഷ്ടപ്പെട്ട ശ്ലോകം യാവസ്വസ്ഥമിതം ശരീരമരുജം യാവജ്ജരാ ദൂരതോ യാവച്ചേന്ദ്രിയമാണരപ്രതിഹത യാവൽക്ഷയോ നായുഷ ആത്മശ്രേയസി താവദേവ വിദുഷാ കാര്യപ്രയത്നോ മഹാൻ സന്ദീപ്തേ ഭവനേ തു കൂപഖനനം പ്രത്യുദ്യമ കീദൃശ. ഇത്രയും നല്ലൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു ശ്ലോകം അല്ലെങ്കിൽ ഒരാശയം ലോകത്തിൽ വേറെ കാണില്ല. അത് ഗംഭീരമായിട്ടുള്ള ആശയമാണ് ആ ശ്ലോകത്തിൽ. യാവൽ സ്വസ്ഥമിതം ശരീരം അരുജം, എപ്പോഴാണോ നിങ്ങളുടെ ശരീരം രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്, യാവജ്ജരാദൂരത്തോ, എപ്പോഴാണോ നിങ്ങളുടെ ശരീരത്തിൽ ജരാനരകളൊന്നും ഇല്ലാത്തത്, യാവസ്വസ്ഥമിതം ശരീരമരുജം യാവജ്ജരാദൂരത്തോ യാവച്ചേന്ദ്രിയമാണരപ്രതിഹത, ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ശേഷിയോടുകൂടി ഇരിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ വേണം എന്ത്, ആത്മശ്രേയസി താവദേവ വിദുഷാ കാര്യപ്രയത്നോ മഹാൻ, ആത്മാവിന് ശ്രേയസ് ഉണ്ടാകുന്ന പ്രവൃത്തികൾ, അതായത് ശരിക്കും തനിക്ക് ശ്രേയസ്കരമായ പ്രവൃത്തികൾ. ഇവിടെ ശ്രേയസ് പ്രേയസ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ സുഖഭോഗങ്ങൾ. ശ്രേയസ് എന്ന് പറയുന്നത് ആത്യന്തികമായ ശ്രേയസ്, മുക്തി, ബ്രഹ്മസായുജ്യം എന്നൊക്കെ പറയാം. അപ്പം അതിനൊക്കെ പരിശ്രമിക്കേണ്ടത് ജീവിതത്തിൻ്റെ നല്ല സമയത്താണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. അവിടെ ഒരു വീട് കത്തി എരിയുന്നു, തീ പിടിച്ചതാണ്. ആ സന്ദർഭത്തിൽ ആൾക്കാരൊക്കെ ഓടി വന്നു, അവിടെ കൊച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് നോക്കുമ്പോൾ ഗൃഹനാഥൻ തൂമ്പയെടുത്ത് കിണർ കുഴിക്കാൻ വരുമ്പോഴാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തിനാ സ്വാമി നിങ്ങൾ കിണർ കുഴിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, വെള്ളം കണ്ടിട്ട് വേണം ഈ തീ കെടുത്താൻ. അപ്പം വീട് കത്തി എരിയുമ്പോൾ നിങ്ങൾ കിണർ കുഴിക്കാൻ പരിശ്രമിക്കുന്നത് പോലെയാണ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് സൽപ്രവൃത്തികൾ ചെയ്യാം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. യോഗസാധനങ്ങളൊക്കെ അനുഷ്ഠിക്കാം, പ്രയോജനമില്ല. ഇതൊക്കെ കുട്ടിക്കാലത്തെ ചെയ്യേണ്ടതാണ്. അപ്പം ഇതാണ് എനിക്ക് ഭർതൃഹരിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം. ഈ രണ്ട് ശ്ലോകങ്ങൾ, ഒന്ന് കേയൂരാണി എന്നുള്ള ശ്ലോകവും മറ്റൊന്ന് യാവത് സ്വസ്ഥമിതം ശരീരമരുജം എന്നുള്ള ശ്ലോകവും. മറ്റു ശ്ലോകങ്ങളും വായിച്ചു നോക്കിയിട്ടുണ്ട്. ശൃംഗാര ശതകമൊക്കെ എത്രയോ തവണ വായിച്ചു നോക്കിയിട്ടുണ്ട്. നീതി ശതകം അതും വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭർതൃഹരിയുടെ കഥ കുട്ടിക്കാലത്തെ കേൾക്കുന്നതാണ്. നമ്മൾ മറ്റ് പല ഐതിഹ്യ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കഥയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കഥ ശരിക്കും മനസ്സിലാക്കിയാലേ ഈ വൈരാഗ്യം എന്താണെന്നൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. പലപ്പോഴും നമ്മൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നൊക്കെ ഈ സ്വാമിമാരും പ്രഭാഷകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലേറ്റവും പ്രയാസമാണ് വൈരാഗ്യം ഉണ്ടാവാൻ. വൈരാഗ്യം ഉണ്ടാവുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുന്നത്, ഭക്തി ഉണ്ടാവുന്നത്. ആ ഭക്തി വേണ്ട വിധത്തിൽ ഉറയ്ക്കണമെങ്കിൽ അത്രയും വൈരാഗ്യം ഉണ്ടാവണം. അപ്പോൾ ഈ വൈരാഗ്യം എന്താ? രണ്ടർത്ഥങ്ങളാണ് അതിന് പറഞ്ഞു കേൾക്കാറ്. ഒന്ന് വീതരാഗം, മറ്റൊന്ന് വിശേഷണ രാഗം. രണ്ടും തമ്മിൽ വളരെ ചേർച്ചയുണ്ട്. വീതരാഗം പറഞ്ഞാൽ രാഗങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക. നമുക്ക് എന്തിനോടൊക്കെ ഒട്ടലും പറ്റലും ഉണ്ടോ അതിനെയൊക്കെ ഉപേക്ഷിക്കുക. അതാണ് വീതരാഗം. അപ്പോൾ അതിനോടൊക്കെയുള്ള ആ താല്പര്യം കുറയുമ്പോൾ വിശേഷണ രാഗം ഉദിക്കുന്നു. ഇതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടത് എന്ത് എന്നുള്ള ചോദ്യം വരും. ബൃഹദാരണ്യോപനിഷത്തിലെ ഗാർഗി മൈത്രേയിമാർ യാജ്ഞവൽക്യനോട് ചോദിച്ച അതേ ചോദ്യം. ഇതിനേക്കാളൊക്കെ പ്രിയപ്പെട്ട മറ്റെന്തോ ഒന്ന് അപ്പുറത്തുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങളിതൊക്കെ ഉപേക്ഷിച്ച്
ഇപ്പം ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച് പോയി നേടേണ്ടതാണ് അതിനേക്കാൾ ഉയർന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുണ്ടാവണമെങ്കിൽ സത്യത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും, നമ്മൾ ഭഗവത്ഗീത കേട്ടു, ഭാഗവതമൊക്കെ കേട്ടു, പുരാണങ്ങളൊക്കെ കേട്ടു, പലതും വിചാരം ചെയ്തു, വൈരാഗ്യം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടാകുന്നില്ല ചോദിച്ചാൽ അതിന് ശരിക്കുള്ള ഉത്തരം ഈ ഭർതൃഹരിയുടെ കഥ നമ്മളോട് പറഞ്ഞു തരാം. നമുക്ക് അത്രയും പ്രിയം എന്തിനോടുണ്ട്? എന്തെങ്കിലും ഒരു വസ്തുവിനോട് നമുക്ക് അത്രയും സ്നേഹമുണ്ടോ, അത്രയും താല്പര്യമുണ്ടോ, അത്രയും ഒട്ടലുണ്ടോ, അതിനെ പിരിഞ്ഞിരിക്കുക വയ്യ എന്നുള്ളൊരു തോന്നലുണ്ടോ, അത് കിട്ടാൻ വേണ്ടി നമ്മൾ വളരെ പരിശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് വളരെ പ്രിയപ്പെട്ടൊരു വസ്തു ഉണ്ടാവുക, ആ വസ്തു വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നേടുക, അങ്ങനെ നഷ്ടപ്പെട്ട ആ വസ്തു നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ വരുമ്പോഴേ ശരിക്കും വൈരാഗ്യം ഉണ്ടാകുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഇവിടെ ഇത്രയൊക്കെ ഈ പുരാണങ്ങളും ഉപനിഷത്തുകളൊക്കെ വിചാരം ചെയ്തിട്ടും അത്രയൊന്നും ആൾക്കാർക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവാത്തത്. കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കോ കേൾക്കുന്ന ആൾക്കാർക്കോ അത്രയും പ്രിയമുണ്ടോ എന്തിനോടെങ്കിലും? അപ്പോൾ അത്രയും പ്രിയമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. 3 എണ്ണമാണ് സാധാരണ ഇവിടെ തൃഷ്ണാദൂഷണം എന്ന് ഈ ശ്ലോകത്തിന് പറഞ്ഞപ്പോൾ 3 തൃഷ്ണകളെ കുറിച്ചാണ് സാധാരണ പറയുക. പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ. ഇതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്, താല്പര്യമുള്ളത്, ഒട്ടലുള്ളത്, പറ്റലുള്ളത്. വിത്തേഷണ എന്ന് പറഞ്ഞാൽ സമ്പത്ത്. രണ്ടാമത്തേതാണ് ദാരേഷണ, അവനവൻ്റെ പത്നിയോട്. പുത്രേഷണ, കുട്ടികളോട്. ഇത് 3 നമുക്ക് ഉപേക്ഷിക്കാൻ വയ്യ. വളരെ വിഷമം ഉണ്ടാക്കി ഇത് 3 നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനോട് അതൊക്കെ വെറുതെ നമ്മൾ എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും ധനം സമ്പാദിക്കുന്നു, എല്ലാവരും കല്യാണം കഴിക്കുന്നു, എല്ലാവർക്കും കുട്ടികളുണ്ടാവുന്നു എന്നുള്ള രീതിയിലായിട്ടാണ്. അല്ലാതെ അതിൻ്റെ പുറകിലൊരു കഷ്ടപ്പാടുണ്ടാവുന്നില്ല, അധ്വാനം ഉണ്ടാവുന്നില്ല, അത്രയും അതിനോടൊരു പ്രേമം ഉണ്ടാവുന്നില്ല. അപ്പം അത്രയും പ്രേമമുണ്ടാവുമ്പോഴാണ് അവിടെ വൈരാഗ്യം ഉണ്ടാവുന്നത്. ആ വൈരാഗ്യം, അതിനോടുള്ള ആ താല്പര്യം ഭഗവാനോടായിത്തീരുന്നു. മഹാത്മാക്കളുടെ കഥകളൊക്കെ ശ്രദ്ധിച്ചറിയാം, അല്ലേ? പൂന്താനത്തിന് വളരെ കാലം കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വളരെ കാലം അന്നത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് പല പദ്ധതികളും ചെയ്തതിന് ശേഷമാണ് അവസാനം ഒരു കുട്ടി ഉണ്ടാകുന്നത്. ആ കുട്ടി മരിച്ചു പോകുന്നു. അപ്പോഴാണ് ശരിക്കും പൂന്താനത്തിന് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ ഉണ്ടാകുന്നത്. അയാളൊരു ഗംഭീരനായ കവിയായി പരിണമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നു, പക്ഷെ നമുക്ക് വൈരാഗ്യം ഉണ്ടാകുന്നില്ല, ഭക്തി ഉണ്ടാകുന്നില്ല. എന്താ കാരണം? നമുക്ക് അത്രയും പ്രിയങ്കരമായ ഒരു വസ്തു ഇല്ല. ഇതറിയണമെങ്കിൽ ഈ ഭർതൃഹരിയുടെ സുന്ദരമായ കഥ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, അല്ലേ? ഭർതൃഹരിയുടെ ഈ കുട്ടിക്കാലത്തെ നമ്മൾ കേൾക്കുന്ന വളരെ രസകരമായൊരു കഥയുണ്ട്. ഗംഭീരമാണൊരു ഐതിഹ്യം. അതുകൂടി ഈ ശ്ലോകത്തിൻ്റെ കൂടെ പറയുമ്പോഴാണ് നമുക്ക് ആ വൈരാഗ്യം എന്താണ്, എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാവുക. എന്തുകൊണ്ട് നമുക്ക് വൈരാഗ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ആ കഥ പറഞ്ഞുതരാം, വളരെ ചുരുക്കി പറഞ്ഞുതരാം. വളരെ വലുതായിട്ടാണ് നമ്മൾ ഈ ഐതിഹ്യമാല പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കഥ കാണുന്നത്. അവിടെ പറയുന്നത്, പണ്ട് ഉത്തരേന്ത്യയിൽ, പണ്ട് വളരെ കാലം മുമ്പ്, വിക്രമാദിത്യൻ്റെ ഒക്കെ ഭരണത്തിന് തൊട്ട് മുമ്പ്, ഗോവിന്ദസ്വാമി എന്ന പേരുള്ള ഒരു പരമഭക്തനായിട്ടുള്ള നല്ല ഒരു ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് എത്ര പഠിച്ചിട്ടും പഠിച്ചത് മതിയായി എന്ന് തോന്നുന്നില്ല. നിരന്തരമായി പല വിഷയങ്ങളും അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വേദാംഗങ്ങളും സകലതും അദ്ദേഹം പഠിച്ചു, നിരവധി ഗുരുക്കന്മാരുടെ അടുക്കേന്ന്. എന്നിട്ടും അദ്ദേഹത്തിന് അത് പൂർണ്ണമായി എന്ന് തോന്നിയില്ല. ഇവരെക്കാളിലൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗുരുവിനെ കിട്ടി ശരിക്കും എനിക്ക് അറിയേണ്ടതെല്ലാം അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്, കുട്ടിക്കാലത്തുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഇവിടുന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനേക്കാൾ ഉയർന്ന ഗുരുക്കന്മാരാരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇറങ്ങി നടന്നു. അങ്ങനെ അദ്ദേഹം ഈ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ മനുഷ്യൻ നടന്ന് കാട്ടിലെത്തി. കാട്ടിൽ വെച്ച് ആ വിജനമായ പ്രദേശത്ത് അദ്ദേഹം ഒരു ബ്രഹ്മരാക്ഷസനെ കണ്ടു. ബ്രഹ്മരാക്ഷസൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെയൊക്കെ പിടിച്ചു തിന്നുന്ന ആൾക്കാരാണ് സാധാരണ ബ്രഹ്മരാക്ഷസങ്ങൾ. അങ്ങനത്തെ ഒരു ബ്രഹ്മരാക്ഷസൻ അവിടെ ഒരു മരത്തിന് ചോട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും
വളരെ വേഗം പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ബ്രഹ്മരക്ഷസിന് വളരെ കൗതുകം ഉണ്ടായി. കാരണം ഇയാൾ ബ്രഹ്മരക്ഷസായത് ഇയാൾ കഴിഞ്ഞ ജന്മം നല്ലൊരു ജ്ഞാനിയായിരുന്നു, അയാൾ പഠിച്ച വിദ്യകൾ ഒരു ബ്രാഹ്മണൻ തനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് ഈ ബ്രാഹ്മണൻ ഇയാളെ ശപിച്ചു, നിങ്ങളൊരു ബ്രഹ്മരക്ഷസായി തീരട്ടെ. ഇങ്ങനെ താൻ പഠിച്ച വിദ്യ ഉപദേശിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ ബ്രഹ്മരക്ഷസായത്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇതൊന്നും എങ്ങനെ ഈ ശാപമോചനം കിട്ടും? അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്. താങ്കൾ പഠിച്ചതൊക്കെ നല്ല മനസ്സോടുകൂടി ഒരാൾക്ക് ഉപദേശിച്ചു കൊടുത്താൽ താങ്കൾക്ക് ആ ശാപമോചനം, ഞാൻ ചെയ്ത ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ആ ബ്രഹ്മരക്ഷസ് തനിക്ക് പറ്റിയ ഒരു ശിഷ്യനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴതാ യാദൃച്ഛികമായി നമ്മുടെ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ ഈ ബ്രഹ്മരക്ഷസിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു. അപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു, ഞാൻ എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങേക്ക് പറഞ്ഞു തരാം, അങ്ങ് ഓരോന്നായിട്ട് ചോദിച്ചോളൂ, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ബ്രഹ്മരക്ഷസ് ഈ ആലിൻ്റെ മുകളിൽ കയറിയിരിക്കും, ബ്രാഹ്മണൻ താഴെ ഇരിക്കും. ആലിൻ്റെ ഇല പറിച്ച് ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഈ ആലിൻ്റെ ഇലയിൽ എഴുതി താഴേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബ്രഹ്മരക്ഷസ് പറഞ്ഞു, അങ്ങേക്ക് വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും തോന്നാതിരിക്കാൻ ഞാൻ അങ്ങേക്ക് വിശേഷമായിട്ടൊരു മരുന്ന് തരാം. എന്നൊരു എളുപ്പം എന്താ വെച്ചാൽ എനിക്ക് വേഗം പറഞ്ഞു തീരുകയും ചെയ്യും, അങ്ങേക്ക് വളരെ വേഗം അതൊക്കെ ലഭിക്കുകയും ചെയ്യും. എനിക്ക് വേഗം ഈ ബ്രഹ്മരക്ഷസിൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാം. ബ്രാഹ്മണൻ പറഞ്ഞത് നല്ല കാര്യമാണ്. അങ്ങനെ ഈ ബ്രഹ്മരക്ഷസ് തൻ്റെ ഒരു മന്ത്രസിദ്ധി കൊണ്ട് വിശേഷമായിട്ടുള്ളൊരു മരുന്ന് ഈ ബ്രാഹ്മണനെ കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി അങ്ങേക്ക് എത്ര കാലം വേണമെങ്കിലും വിശപ്പും ദാഹവും ഒന്നും ഇല്ലാതിരിക്കാം, ഒരു ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും, ഉറക്കം പോലും ഉണ്ടാവില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അങ്ങ് വെള്ളം തൊടാൻ പാടില്ല. വെള്ളത്തിലിറങ്ങി കുളിക്കുകയും മഴ കൊള്ളുകയൊന്നും ചെയ്യരുത്. കൊണ്ടാൽ അക്ഷണം ഈ മരുന്നിൻ്റെ ആ ഗുണം നഷ്ടപ്പെടും. ഇത്രയും കാലം അങ്ങ് ഇതൊന്നും ചെയ്യാതിരുന്ന ആ ക്ഷീണം മുഴുവൻ ആ ക്ഷണം അങ്ങയെ ബാധിക്കും. ബ്രാഹ്മണൻ ആശ്ചര്യമായി. ഏതായാലും താൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളമൊന്നും തൊടില്ല, മഴ പോലും കൊള്ളില്ല, അങ്ങ് പറഞ്ഞോളൂ. ഇങ്ങനെ കഥകളൊക്കെ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഈ ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുത്തു. അതൊക്കെ ഇലയിൽ എഴുതി വെച്ചു. ഇങ്ങനെ സകലതും ഉപദേശിച്ചു. ബ്രാഹ്മണൻ വളരെ സന്തുഷ്ടനായി തീർന്നു. അടുത്ത ക്ഷണം ബ്രഹ്മരക്ഷസ് ശാപവിമുക്തനായിട്ട് ആകാശത്തിലേക്ക് പറന്നു പോയത്രേ. ഈ അറിയേണ്ടതൊക്കെ അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇത് മറ്റുള്ള നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്തു, കാരണം എഴുതി കിട്ടിയതല്ലേ. മുഴുവൻ അദ്ദേഹം ഒരു ഭാണ്ഡത്തിൽ കെട്ടി അവിടുന്ന് ഇറങ്ങി നടന്നു. പല നാട്ടിൽ കൂടി വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം സഞ്ചരിച്ചത്. താൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു. ഇങ്ങനെ വിചിത്രമായിട്ടുള്ളൊരു അനുഭവത്തിലൂടെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട, ഉറക്കവും ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വിചാരം ചെയ്യാനൊക്കെ സമയം. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ഉജ്ജയിനിയിലെത്തി. അങ്ങനെ ഉജ്ജയിനിയിലെത്തി അദ്ദേഹം അവിടെ രാജകൊട്ടാരം ക്ഷിപ്ര നദിയുടെ തീരത്താണല്ലോ ഈ ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. ആ രാജ്യത്തെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് ആൺകുട്ടികളില്ല, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ജ്ഞാനിയായ ഗുണഗണങ്ങളൊക്കെയുള്ള ഒരാളെ കിട്ടിയാൽ അയാൾക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് രാജാവ് വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജാവ് വിചാരിച്ച പോലുള്ള ആൾക്കാരൊന്നും ലഭിച്ചതുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ രാജകൊട്ടാരത്ത് നടക്കുമ്പോൾ നമ്മുടെ ബ്രാഹ്മണൻ അദ്ദേഹം ഈ നഗരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷിപ്ര നദിയുടെ തീരത്തെത്തി. അദ്ദേഹം അറിയാതെ ആ നദിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കുറേ നേരം അദ്ദേഹം അവിടെ വന്ന് ഈ ഉജ്ജയിനി ക്ഷേത്രവും ക്ഷിപ്ര നദിയും ഒക്കെ അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ക്ഷിപ്ര നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന കുറച്ച് സ്ത്രീകൾ ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു സ്ത്രീ, നല്ല സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ, ഒരു ശൂദ്ര സ്ത്രീയാണ്. ആ സ്ത്രീയും ഈ ബ്രാഹ്മണനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സൗന്ദര്യം, നല്ല തേജസ്, അഭൗമമായിട്ടുള്ളൊരു കാന്തി ഈ ബ്രാഹ്മണനിൽ ആ സ്ത്രീ കണ്ടു. ആരാ എന്താണെന്നൊന്നും ആ പാവം സ്ത്രീക്ക് അറിയില്ല. അവർ വിവാഹിതയല്ല, നല്ല വിവാഹപ്രായമാണ്, പക്ഷെ വെള്ളത്തിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂരെ നിന്ന് ഇത്രയും തേജസ്സുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ അവൾ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. വലിയ സന്തോഷമുണ്ടായി. അവൾ വിചാരിച്ചു, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളെ വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും അവൾ വിചാരിച്ചു, ഇയാൾ എങ്ങനെയാണ് പോണത്, ഇയാൾ എന്തിനാ വന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ആ സ്ത്രീ. എന്തോ അവർക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പം തോന്നി ആ മനുഷ്യനോട്. പക്ഷെ എന്തുണ്ടായി, ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഈ ബ്രാഹ്മണൻ കുളി നോക്കി നിൽക്കുമെന്നല്ല, ആ ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം. ആൾക്കാരൊക്കെ കുളിക്കുന്നു, അതിലൊരു സ്ത്രീ, അത്രയേ ഉള്ളൂ. ഈ സ്ത്രീ തന്നെ ശ്രദ്ധിക്കുന്നതൊന്നും അയാൾ ശ്രദ്ധിച്ചിട്ടില്ല.
പക്ഷെ എന്താണ് വലിയ ഇതാണ്, ഈ കൊളക്കടവാണ് ഈ ആൾക്കാർക്ക് കുളിക്കാൻ വേണ്ടി രാജാവ് നിർമ്മിച്ചുകൊണ്ട്. അതിലൊരു സ്ത്രീ നോക്കി നിൽക്കണു ഇദ്ദേഹത്തെ. അവൾ കുളിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഇയാൾ അറിയാതെ വെള്ളത്തിലിറങ്ങി അടുത്ത ക്ഷണം. കാരണം ഈ ബ്രഹ്മരക്ഷസ് തന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഇയാൾ മറന്നുപോയി അതിൻ്റെ ഇടയ്ക്ക്. അടുത്ത ക്ഷണം ബ്രാഹ്മണൻ അവിടെ കമഴ്ന്നടിച്ച് വെള്ളത്തിൽ വീണു. ഈ നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീക്ക് ആശ്ചര്യമായി. തൻ്റെ മുന്നിൽ നിന്നിരുന്ന ഈ തേജസ്വിയായിട്ടുള്ള ബ്രാഹ്മണൻ തല കറങ്ങി വെള്ളത്തിൽ വീണതാ, ഒലിച്ചു വീണു. അടുത്ത ക്ഷണം അവൾ നീന്തി ചെന്നു, അയാളെ പിടിച്ചു കയറ്റി കൊണ്ടുവന്നു. നോക്കിയപ്പോൾ ആൾക്ക് ബോധമല്ലേ. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഭാണ്ഡക്കെട്ടൊക്കെ അവൾ എടുത്തുകൊണ്ട് വന്നു. എന്തോ അയാളുടെ കയ്യിലുള്ള വസ്തുവാണല്ലോ, വില പിടിച്ച എന്തോ ആണെന്നൊക്കെ അവൾ വിചാരിച്ചു. എന്തായാലും എന്താ പറ്റിയതെന്ന് മനസ്സിലായില്ല. എനിക്ക് ശ്വാസമൊക്കെ ഉണ്ട്, മരിച്ചിട്ടില്ല. വിളിച്ചിട്ടൊന്നും അയാൾ എഴുന്നേൽക്കുന്നില്ല, വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. തൂക്കിയെടുത്ത് അവളെ വീട്ടിൽ കൊണ്ടുപോയി. അവൾക്ക് ധാരാളം ധനമൊക്കെ ഉണ്ട്, ശൂദ്രന്മാരാണെങ്കിൽ ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ട്, സ്വാധീനമൊക്കെ ഉണ്ട്. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ വൈദ്യന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇയാളെ ചികിത്സിപ്പിച്ചു. എന്തിനു പറയണു, ഒരു 3-4 ദിവസം കൊണ്ട് ഈ ബ്രാഹ്മണൻ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. മരിച്ചു പോകേണ്ടതായിരുന്നു വെള്ളത്തിൽ വീണിട്ട്, ഈ സ്ത്രീ കാരണം താൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ജീവൻ തിരിച്ചു വന്ന സ്ത്രീയോട് ഈ ബ്രാഹ്മണന് വളരെ സന്തോഷം ഉണ്ടായി. അദ്ദേഹം ചോദിച്ചു, ജീവദാനത്തേക്കാൾ വലിയൊരു ദാനം ലോകത്തിലില്ല. അതുകൊണ്ട് നീ എന്താ നിനക്ക് ആവശ്യം, ഞാൻ എന്താ ഇതിന് പകരം തരേണ്ടത്? ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറേ നേരം അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സത്യം പറയട്ടെ, ഞാൻ സത്യം പറയുന്നു, എനിക്ക് അങ്ങയോട് വളരെ താല്പര്യം തോന്നി. അങ്ങയെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ബ്രാഹ്മണനൊന്നും പറയാൻ വയ്യ. അദ്ദേഹം എന്ത് വേണം ചോദിച്ചോളൂ, തരാമെന്ന് പറഞ്ഞില്ലേ. ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, എൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. കാരണം എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്. കാരണം ഒരു ഭാര്യയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുക. അത് നീ ചെയ്തു വിവാഹത്തിന് മുമ്പ്. അതുകൊണ്ട് എന്തായാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അക്കാലത്തെ ഈ ജാതിധർമ്മം, വർണ്ണധർമ്മം അനുസരിച്ച് 4 വർണ്ണങ്ങളിൽ നിന്നും വിവാഹം കഴിക്കണം. അപ്പോഴാണ് ഈ രാജാവിൻ്റെ ഈ വിളംബരം അവൾ പറയണത്. രാജാവിൻ്റെ മകളുണ്ട്, അവൾ ക്ഷത്രിയ സ്ത്രീയാണ്, അങ്ങ് ശ്രമിച്ചു നോക്കുക, അങ്ങേക്ക് ജ്ഞാനം ഉണ്ടല്ലോ. അദ്ദേഹം തന്നെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം രാജാവിനെ പോയി കണ്ടു. രാജാവിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. രാജാവ് ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കേട്ടു. അവിടുത്തെ പരീക്ഷകളിലൊക്കെ അദ്ദേഹം ജയിച്ചു. എന്തിനു പറയണു, ആ രാജാവിൻ്റെ മകളെ ഈ ബ്രാഹ്മണൻ, ഈ ഗോവിന്ദസ്വാമി എന്ന ബ്രാഹ്മണൻ വിവാഹം കഴിച്ചു. പക്ഷെ അവൾ ക്ഷത്രിയ സ്ത്രീ 2ാമത്തെ വർണ്ണമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രാജാവിൻ്റെ സഹായം കൊണ്ട് ഒരു ബ്രാഹ്മണ കന്യകയെയും വൈശ്യകന്യകയെയും ഈ ശൂദ്ര സ്ത്രീയെയും അയാൾ വിവാഹം കഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടം ഈ തൻ്റെ ശൂദ്ര സ്ത്രീയായിട്ടുള്ള ഭാര്യയെ തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി. ഈ രാജാവിനും വലിയ ഇഷ്ടമുണ്ടായി ഈ ബ്രാഹ്മണനോട്. കാരണം നല്ല സ്വഭാവം, നല്ല ജ്ഞാനം, എല്ലാ കാര്യത്തിലും നല്ല ഉത്സാഹം, രാജ്യകാര്യങ്ങളിലൊക്കെ ഈ രാജാവിനോടും വളരെ അച്ഛനല്ലേ. അതുകൊണ്ട് ആ ഒരു സ്ഥാനം കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പം എന്തായാലും തൻ്റെ മകളുടെ ഭർത്താവിനെ മകനായിട്ട് തന്നെ കാണാൻ ഒരു താല്പര്യമുണ്ടായി ഈ രാജാവിന്. അദ്ദേഹം വയസ്സായപ്പോൾ, ഇപ്പോൾ വയസ്സായിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഈ ബ്രാഹ്മണനെ അവിടുത്തെ ഉജ്ജയിനിലെ രാജാവായിട്ട് വാഴിച്ചു. ഈ ഗോവിന്ദസ്വാമിയുടെ രാജാവായി. അവിടെ ഉണ്ടായിരുന്ന ഈ മകളുടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ കാട്ടിൽ പോയി ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഗോവിന്ദസ്വാമി നല്ല ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം വളരെ നന്നായിട്ട് രാജ്യകാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പ്രജകൾക്കൊക്കെ വളരെ സന്തോഷമുണ്ടായി. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അക്കാലത്താണ് ഈ നീതി ശതകമൊക്കെ, ആ ഒരു ഇതിന്നാണ് അതൊക്കെ വരുന്നത്, ആ ഒരു ആശയങ്ങളൊക്കെ. കാരണം രാജ്യഭരണം നിർവഹിച്ച ആളല്ലേ, അതൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹം. അങ്ങനെ ഈ ഗോവിന്ദസ്വാമി അല്ല, ഈ നീതി ശതകം എന്ന് എഴുതിയത് അദ്ദേഹത്തിൻ്റെ മകൻ ഭർതൃഹരിയാണ്. പക്ഷെ ആ ഒരു പാരമ്പര്യം നോക്കൂ, രാജകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട അച്ഛനാണ് ഈ ഗോവിന്ദസ്വാമി. ഈ ഗോവിന്ദസ്വാമിക്ക് ഈ 4 ഭാര്യമാരിൽ 4 കുട്ടികളും ഉണ്ടായി. അത്ര 4 മക്കൾ. അത് ഈ ക്ഷത്രിയ സ്ത്രീയിൽ അദ്ദേഹം കഴിച്ച ഈ ക്ഷത്രിയ സ്ത്രീയിലാണ് വിക്രമാദിത്യൻ ജനിക്കുന്നത്. വൈശ്യസ്ത്രീയിലാണ് ഭട്ടി ജനിക്കുന്നത്. വരരുചി ആ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നു. ശൂദ്ര സ്ത്രീയിലാണ് ഭർതൃഹരി ജനിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് രാജ്യമൊക്കെ ഭരിച്ച് അവസാനം ഈ ഭർതൃഹരിയെ രാജാവായിട്ട് വാഴിച്ചു. അതെന്തുകൊണ്ടാ വെച്ചാൽ മൂത്ത കല്യാണം അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചത് ഈ ഭർതൃഹരിയുടെ അമ്മയാണ്. കാരണം അദ്ദേഹം ജീവൻ രക്ഷിച്ച സ്ത്രീയാണ്. അദ്ദേഹം നിയമപ്രകാരം വിവാഹം കഴിച്ചത് ഈ ക്രമപ്രകാരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യവും ഇഷ്ടവും അവരോടുള്ള ബന്ധമൊക്കെ കാരണം ഈ അവസ്ഥയിലൊക്കെ എത്താൻ കാരണം ഈ പാവം സ്ത്രീയാണ്, ഈ ശൂദ്ര സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ മകനായിട്ടുള്ള ഭർതൃഹരിയെ ഈ ഗോവിന്ദസ്വാമി രാജാവായി അഭിഷേകം ചെയ്തു.
അങ്ങനെ ഭർതൃഹരിയുടെ രാജ്യഭരണമായി ഗോവിന്ദസ്വാമി കാട്ടിലേക്ക് പോയി. ഭർതൃഹരി വളരെ നന്നായി രാജ്യഭാരമൊക്കെ നിർവഹിച്ചു. അപ്പോഴേ ഭർതൃഹരി വിവാഹം കഴിച്ചിട്ടുണ്ട്. ഭർതൃഹരി വിവാഹം കഴിച്ച് അദ്ദേഹം അവിടെ രാജ്യഭാരമൊക്കെ നിർവഹിക്കുന്നു. ഇപ്പോഴാണ് മറ്റൊരു രസകരമായ സംഭവം നടക്കുന്നത്. അവിടെ ആ നാട്ടിലുണ്ടായിരുന്ന നല്ലൊരു ദേവ്യോപാസകൻ വളരെ കാലമായിട്ട് വളരെ ദരിദ്രനാണ്. അദ്ദേഹം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾ. ആരോ പറഞ്ഞത് കേട്ട് അദ്ദേഹം വളരെ കാലം ദേവിയെ ഉപാസിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്താ അപ്പോൾ ദേവി ഒരു മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാമ്പഴം താങ്കൾ ഭക്ഷിച്ചോളൂ, അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് ദേവി മറഞ്ഞു പോവുകയും ചെയ്തു. ബ്രാഹ്മണന് ആദ്യം ആശ്ചര്യം ഉണ്ടായത്, ഈ ഉപാസകന്, ദേവി ഉപാസകന്. കാരണം ദേവിയെ കാണാൻ സാധിച്ചു, അനുഗ്രഹമായിട്ടൊരു പഴം കിട്ടി, ഒക്കെ ശരി. പക്ഷേ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് ധനമാണ് ആവശ്യം, ദാരിദ്ര്യം നീങ്ങാണ് ആവശ്യം. അവിടെ ഈ മാമ്പഴം കഴിച്ചാൽ എനിക്ക് ദീർഘായുസ് ഉണ്ടാവുമെന്നാണ് ഭഗവതി പറഞ്ഞിട്ടുള്ളത്. ദീർഘായുസ് കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഈ ദാരിദ്ര്യം കൊണ്ട് ഞാൻ ഇനിയും കുറേ കാലം കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനമുള്ളത്? അതുകൊണ്ട് ദീർഘായുസ് ആവശ്യം ആർക്കാ? സത്യത്തിൽ രാജ്യം ഭരിക്കുന്ന ആൾക്കാണ് ദീർഘായുസ് വേണ്ടത്. അത് നല്ല രീതിയിൽ ഇപ്പോൾ അവിടെ ഭർതൃഹരി രാജ്യം ഭരിക്കുന്നുണ്ട്. അദ്ദേഹം ദീർഘായുസ്സോടു കൂടി ഇരിക്കട്ടെ. ഇനി അദ്ദേഹം ആ ഒരു കാരുണ്യം കൊണ്ട് തനിക്ക് വല്ല സമ്പത്തോ തന്നാൽ തൻ്റെ ഇപ്പോഴത്തെ ഈ ദാരിദ്ര്യമൊക്കെ തീരും. അതായിരിക്കും ചിലപ്പോൾ ദേവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് ഈ ദേവീയോപാസകൻ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വളരെ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള മാമ്പഴം, ഇതുവരെ അങ്ങനെ ഒരു മാമ്പഴമില്ല, അത്ര സുഗന്ധവും അത്ര സൗന്ദര്യവും അത്ര ആകൃതിയും ഒക്കെ ഉള്ളൊരു പഴം വേറെയില്ല. ആ പഴം അദ്ദേഹം വളരെ ആദരവോടുകൂടി, കാരണം ഭഗവതി കൊടുത്തതാണ്, അതെടുത്തിട്ട് ആ രാജാവിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് ഭഗവതി തന്നതാണ്, ഇതങ്ങ് സ്വീകരിക്കണം, ഇത് കഴിച്ചാൽ ദീർഘായുസ് ഉണ്ടാവും എന്ന് ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്, ആര് കഴിച്ചാലും ഉണ്ടാവും, അപ്പം അതുകൊണ്ട് അങ്ങ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. രാജാവിന് വലിയ അത്ഭുതം തോന്നി. എന്തായാലും ഭർതൃഹരി നീതിമാനായതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ ദാരിദ്ര്യമൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ടാവും. ആ ബ്രാഹ്മണൻ, ഈ ഉപാസകനായിട്ടുള്ള ആള്, അയാളുടെ വഴിക്ക് പോയി. ഭർതൃഹരിക്ക് ഈ പഴം കിട്ടിയപ്പോൾ വളരെ സന്തോഷം. എന്തോ ദേവിയുടെ കാരുണ്യം കൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം വേണ്ടത്. അദ്ദേഹത്തിന് വളരെ സന്തോഷം. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം ചിന്തിച്ചു, തനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയൊക്കെ വരാൻ കാരണം ഇവിടുത്തെ ഈ രാജാവിൻ്റെ മകളാണ്. കാരണം ഞാൻ താൻ രാജ്യം ഭരിച്ചു, വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണു, വളരെ ആഡംബരപൂർവ്വമാണ് ജീവിക്കുന്നത്. ഈ സൗഭാഗ്യങ്ങളുടെയൊക്കെ ഉടമസ്ഥ സത്യം പറഞ്ഞാൽ ഈ രാജാവിൻ്റെ മകളാണ്, അവളാണ് തൻ്റെ ഭാര്യ. അതുകൊണ്ട് താൻ മരിച്ചു കഴിഞ്ഞാലും അവർ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷപൂർവ്വം വളരെ കാലം ഇവിടെ തന്നെ കഴിയട്ടെ, മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവളെ നോക്കാൻ. പിന്നെ എനിക്ക് വയസ്സായി ഞാൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടം എൻ്റെ ഈ ശൂദ്ര സ്ത്രീയെ, എന്താ പറയുക, വേറെ സ്ത്രീകളുണ്ട്, ശൂദ്ര സ്ത്രീ അല്ല, ഈ വേറെ സ്ത്രീകളുണ്ട്, അപ്പം അവരെ ആരെങ്കിലും ഇല്ലേ, അല്ലെങ്കിൽ തനിക്ക് കാട്ടിലേക്ക് പോവാം. അപ്പം ഈ രാജാവിൻ്റെ മകളാണല്ലോ, അപ്പോൾ അവളെ തന്നെ ആ ഒരു, അച്ഛൻ അങ്ങനെയാണ്, ഒരു രാജാവിൻ്റെ മകളെയാണ് ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത്, അപ്പം അതായിരിക്കും നന്നാവുക എന്ന് ചിന്തിച്ചു. ഇങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഈ ഭർതൃഹരി, അദ്ദേഹത്തിനുണ്ട് കുറേ ഭാര്യമാർ, അപ്പം അദ്ദേഹം അതിലേറ്റവും പ്രിയപ്പെട്ട ഈ ഭാര്യയ്ക്ക് ഈ പഴം കൊണ്ട് കൊടുത്തു. അവൾ വളരെ സന്തോഷപൂർവ്വം അത് വാങ്ങിച്ചു. അങ്ങനെ രാജാവിൻ്റെ വഴിക്ക് പോയി. രാജാവ് പറഞ്ഞത് കഴിച്ചോളൂ, നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തേ കുഴപ്പമുണ്ടായെന്ന് ചോദിച്ചാൽ, ഈ ഭർതൃഹരിയുടെ ഭാര്യയ്ക്ക് അവിടെ വേറെ ഏതോ ഒരാളുമായിട്ട് എന്തോ സേവയുണ്ടായിരുന്നു, ഒരു ജാരനുമായിട്ട്. അവൾ ആ പഴം അയാൾക്ക് കൊണ്ടുകൊടുത്തു. ഈ മാമ്പഴം, ആ മാമ്പഴം അയാൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്ത്രീക്ക് കൈമാറി. കാരണം ഈ സ്ത്രീയെക്കാളും ഈ രാജപത്നിയേക്കാളും ഇഷ്ടം വേറെ അറിയായിരുന്നു, അയാൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം ആ സ്ത്രീ, അതായത് ഈ രാജ്ഞിയുടെ സേവകൻ്റെ ഈ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീ അവളുടെ വീട്ടിലെ പണിക്കാരത്തിയുടെ കയ്യിൽ കൊടുത്തു. ഇങ്ങനെ ദേവി കൊടുത്ത ഈ പഴം കൈമാറി പല കൈകളിലൂടെയാണ് പോകുന്നത്.
ഇത് വൈകുന്നേരമാണ് ഈ ബ്രാഹ്മണൻ വന്നതും കണ്ടതും ഒക്കെ. രാവിലെ നമ്മളെ ഭർതൃഹരി എഴുന്നേറ്റ് ഇദ്ദേഹം കൊട്ടാരത്തിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, തൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രാജവിചാരമൊക്കെ കഴിഞ്ഞ് ഒരു 9:30-10 മണിയാകുമ്പോൾ ഇദ്ദേഹം പുറത്തൊക്കെ ഒന്ന് വട്ടം തിരിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചന്തയിൽ അതിലൊക്കെ ഒന്ന് പോയി വരുന്നത്, ആ സമയത്ത് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി വരും. അപ്പോൾ അവിടെയൊക്കെ ധാരാളം ഈ കച്ചവട സ്ഥാപനങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുന്ന സമയത്ത് ഇദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഈ തൻ്റെ പത്നിക്ക് കൊടുത്ത ഈ പഴം ഒരു പണിക്കാരത്തി ഒരു തലയിലൊരു പാത്രത്തിൽ ചാണകത്തിൻ്റെ മുകളിൽ എടുത്തു വെച്ച് നടന്നപ്പോൾ ആദ്യം സംശയിച്ചു, താൻ കൊടുത്ത പഴം തന്നെയാണോ? എന്തായാലും ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ സത്യമാണ്, തൻ്റെ ഭാര്യയ്ക്ക് താൻ ഇന്നലെ പ്രേമപൂർവ്വം കൊടുത്ത പഴമാണ് ഇപ്പോൾ ഒരു അടിച്ചു തൊളിക്കാരി തലയിൽ വെച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. ഉടനെ അദ്ദേഹം അവളെയും കൂട്ടി കൊട്ടാരത്തിൽ വന്നു, തൻ്റെ രാജ്ഞിയെ വിളിച്ചു. രാജ്ഞിക്ക് ഇപ്പം നിവൃത്തിയില്ല, സംഭവങ്ങളൊക്കെ പറഞ്ഞേ പറ്റും. രാജ്ഞി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അബദ്ധമായി, അങ്ങല്ലാതെ എനിക്ക് വേറൊരാളുണ്ടായിരുന്നു, അയാൾക്ക് കൊടുത്തു. അയാളെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ആ കൈമാറിപ്പോയ സകല ആൾക്കാരെയും വിളിച്ചു. അപ്പോൾ രാജാവിന് ആശ്ചര്യം തോന്നി. ആ ക്ഷണം അദ്ദേഹത്തിന് വൈരാഗ്യവും ഉണ്ടായി, ഈ ഭർതൃഹരിക്ക്. അങ്ങനെയാണ് ഭർതൃഹരി സകലതും ഉപേക്ഷിച്ച് അവിടുന്ന് ഇറങ്ങി നടന്ന് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഈ വൈരാഗ്യ ശതകം എന്ന മനോഹരമായ കുറേ ശ്ലോകങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം രാജാവായിരുന്ന കാലത്ത് രചിച്ചതാണ് നീതിശതകം. ആ ഭാര്യയുമായിട്ടും മറ്റുമൊക്കെ രമിച്ച് നടന്ന കാലത്ത് എഴുതിയതാണ് ശൃംഗാര ശതകം. ഗൃഹസ്ഥാശ്രമമൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ വൈരാഗ്യമുണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ വൈരാഗ്യ ശതകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വളരെ സ്നേഹിച്ചത് അദ്ദേഹം ഈ ഭാര്യയെ. എന്നിട്ട് നോക്കൂ, യാതൊരു വിലയില്ലാതെ ആ സ്ത്രീ ആ പഴം എടുത്തിട്ട്, അല്ലേ, അതോ അയാളെ വഞ്ചിക്കുകയും ചെയ്തു. ആ സ്ത്രീ വെറുതെ എടുത്തു കൊടുക്കുകയല്ല ചെയ്തത്, അയാളെ വഞ്ചിച്ചിട്ടാണ് വേറൊരാൾക്ക് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അയാളുടെ മനസ്സിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അത്രയും നമുക്ക് ശക്തമായ ഒരു താത്പര്യം ഒരു വിഷയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ശരിക്കുള്ള വൈരാഗ്യം ഉണ്ടാവും. ഇത് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഭർതൃഹരിയുടെ കഥ തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് നമുക്ക് വൈരാഗ്യം ഉണ്ടാവുന്നില്ല? അപ്പം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം ഈ വിശേഷേണ രാഗമുള്ള പല പദാർത്ഥങ്ങൾ ഉണ്ടാവണം. അച്ഛനമ്മമാരുടെ അത്രയും പ്രേമം ഉണ്ടാവണം, സഹോദരി സഹോദരന്മാരുടെ അത്രയും പ്രേമം ഉണ്ടാവണം, സമ്പത്തിനോടും സുഖഭോഗങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാവണം. ഇങ്ങനെ പല എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോട് അത്രയും ആ ഒരു താല്പര്യമുണ്ടെങ്കിലേ അവിടെ ആ താല്പര്യം വേറൊന്നിലേക്ക് തിരിച്ചു വരുള്ളൂ, വൈരാഗ്യമായിട്ട് പരിണമിക്കൂ, ഭഗവാനിലേക്ക് തിരിയൂ. ഇത് ഭർതൃഹരിയുടെ കവിയാണ്. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ കാണാം, അല്ലേ? ലീലാശുകൻ എന്നൊക്കെ പേരുള്ള വില്ലമംഗലം സ്വാമിയാരുടെ സുന്ദരമായൊരു ചരിത്രമുണ്ട് ഇതേപോലെ, അല്ലേ? വില്ലമംഗലത്ത് സ്വാമിയാരുടെ അദ്ദേഹത്തെ തന്നെയാണ് ലീലാശുകൻ എന്ന് വിളിക്കുന്നത്. അക്കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും സുന്ദരിയായിരിക്കുന്ന ഒരു ഗണികയെ കാണാൻ വേണ്ടി കോരിച്ചൊരിയുന്ന മഴയത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പ്രളയം പോലെ ഒഴുകുന്ന നദി നീന്തിക്കടന്ന് അർദ്ധരാത്രി സമയത്ത് അവളുടെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ട് ഈ വില്ലമംഗലം. എന്നിട്ട് ആ സുന്ദരിയായ സ്ത്രീ ഈ വില്ലമംഗലത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ നട്ടപ്പാതിര സമയത്ത്, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത്, ഈ കൊതിച്ചു പാഞ്ഞൊഴുകുന്ന നദി നീന്തിക്കടക്കാൻ അങ്ങ് പരിശ്രമിച്ചതിൻ്റെ 10-1 പരിശ്രമം ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി അങ്ങ് നടത്തിയിരുന്നെങ്കിൽ അങ്ങ് ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടാവും? അവളുടെ ആ ഒരൊറ്റ ചോദ്യമാണ് ഈ വില്ലമംഗലത്തെ പരമഭക്തനും വിദഗ്ധനും ജ്ഞാനിയും കവിയുമൊക്കെ ആക്കി തീർക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് താൻ ചെയ്ത ഈ ഒരു അബദ്ധം എന്താണെന്നുള്ളത് ശരിക്കും ബോധ്യം വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഭർതൃഹരിയുടെ വൈരാഗ്യദശകം വായിച്ചാൽ അതിലെ ആശയങ്ങളൊക്കെ നമുക്ക് ബോധ്യം വരും, നമുക്ക് മനസ്സിൽ പതിയും. കാരണം മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് അദ്ദേഹം എല്ലാ ശ്ലോകങ്ങളും എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ വൈരാഗ്യം ഉറക്കണമെങ്കിൽ നമുക്ക്
ഈ പറഞ്ഞ രീതിയിൽ ഭൗതിക വസ്തുക്കളോട് അത്രയും താല്പര്യമുണ്ടോ? ഇതിൽ എന്തെങ്കിലും വസ്തുക്കളോട്, കുട്ടികളോടാവാം, ധനത്തിനോടാവാം, പേരിനോടാവാം, പ്രശസ്തിയോടാവാം, ഏതെങ്കിലും ഒരു വിഷയം. അതാണ് ആ ഭക്തി, അതാണ് പരമപ്രേമം എന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങൾക്ക് മറ്റെന്തിനോടെങ്കിലും പ്രേമമുണ്ടോ? പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ, പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ, അതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയവും ബാക്കി ധനവും ബാക്കി സൗകര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ഏത് വിഷയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു? ആ സമയത്ത് നിങ്ങൾ എന്തിനായിരിക്കും ഓർക്കുന്നുണ്ടാവുക? അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിനോട്